ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവധി ദിവസമായതിനാൽ പിള്ളേരും അളിയന്മാരും എല്ലാവരും കൂടെ ചേർന്ന് ചെറിയൊരു യാത്ര പുറപ്പെടാമെന്ന് വിചാരിച്ചു. ചെറിയൊരു വനയാത്ര. പുനലൂരിൽ നിന്ന് ഏകദേശം ഒരു 10-18 കിലോമീറ്റർ ദൂരമുണ്ട്. കറക്റ്റ് അറിയില്ല ദൂരം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്. ഇവിടുന്ന് ചാലിക്കര മാമ്പഴത്തറ വഴി മെത്താപ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊന്ന് പോയിട്ട് വരാം. അവിടെ ചെന്ന് ഒന്ന് കുളിച്ച് എല്ലാം കഴിഞ്ഞെല്ലാം കണ്ടിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ച്. വഴിയിലൊക്കെ കാട്ടുപാതയിലൊക്കെ ആന ഇറങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ചെറിയ ചാറ്റമഴയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടുള്ള പോക്കാണ്. യുവന്മാർ ഭയങ്കര പ്രശ്നങ്ങൾ, കുരുത്തക്കെട്ടവന്മാരാണ്. ആകെ വിഷയമാണ് എല്ലാം. വെള്ളം കണ്ടാൽ ഇനി എന്തോ ചെയ്യുമെന്നറിയത്തില്ല. എല്ലാം കൂടെ ഒരുമിച്ച് ചാടും. ആനയെ കാണണമെന്നും പറഞ്ഞാൽ എല്ലാവരും കൂടെ ചാടി കയറിയത്. ഇനി എന്തോ ആവോ എന്തോ. എന്തായാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. വൈകുന്നേരം ഒരു 6-6:30-7 മണിയൊക്കെ കഴിഞ്ഞാൽ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. ആന പോകുന്ന വഴിയാണിത്. അതാണ് ആ ബോർഡ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വണ്ടികളൊക്കെ അവിടുന്ന് ഇവിടുന്നുമൊക്കെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. വൈകുന്നേരത്തിന് ശേഷമാണ് ഇതിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ. വൈകിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കണ്ടില്ലേ, ആനപ്പിണ്ടം കിടക്കുന്നത് ഇന്നലെ രാത്രിയിലൊക്കെ വന്ന് പോയതിന് ശേഷമുള്ളതാണ് ഇതൊക്കെ. അപ്പം നിരന്തരം ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇതിലേ കൂടെ വന്നിട്ടുണ്ട്. അപ്പം കേഴയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആപത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ വളരെ ഭംഗിയുള്ളതുകൊണ്ട് ഇവിടേക്ക് ഒന്ന് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിള്ളേരൊന്നും ഇറങ്ങിയില്ല, ഞാനൊന്ന് ഇറങ്ങി എല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്. നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. എല്ലാവർക്കും വരാം ഇവിടെ. ഇതിന് അകത്ത് നമ്മൾ കുറച്ച് ദൂരം ഒരു ഇടവഴി ഉണ്ടെന്ന് എൻ്റെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു. ആ വഴി കൂടെ ഇറങ്ങി താഴോട്ട് ചെറിയൊരു അരുവിയുണ്ട്. അത് അവിടെ കുളിക്കുകയൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ മഴയുടെ ചെറിയ കോളം ഉണ്ടായിരുന്നു. നല്ല മനോഹരമായ സ്ഥലമാണ് ഇവിടെ. മെത്താപ്പ് എന്ന സ്ഥലത്തേക്ക് പോകുന്നുള്ള വഴിയാണിത്. ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതിപ്പോൾ അവിടെ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ വനംവകുപ്പിൻ്റെ. അങ്ങനെ ഞങ്ങൾ മാമ്പഴത്തറ കഴിഞ്ഞ് ഏകദേശം ഒരു വിജനമായ ഒരു റോഡ് സൈഡിൽ വണ്ടി നിർത്തി അവിടെ കുളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. എന്നാൽ ഇവിടെ നിന്ന് ഇച്ചിരി വെള്ളം കണ്ടു, നല്ല പളുങ്കോലുള്ള വെള്ളമാണ്. ആ വെള്ളത്തിനകത്ത് ഇറങ്ങി ഇവന്മാരെ ഒന്ന് കുളിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നല്ല രസമാണ് കാണാൻ കേട്ടോ. എന്തൊരു തണുപ്പാണെന്നറിയാം വെള്ളത്തിനൊക്കെ. ഭയങ്കര രസമാണ്. ഞാൻ ഇറങ്ങിയില്ല, എനിക്ക് ചെറിയൊരു പനിയുടെ ഇതുണ്ടായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. കാരണം അവർ എന്നാൽ ഇനി കുളിക്കാനുള്ള തയ്യാറെടുപ്പ്. അവന്മാരാണെങ്കിൽ ആ മരക്കൊമ്പിൽ കൂടെ അതിൽ കയറിയിരുന്നവന്മാർ വേലത്തരം കാണിക്കുന്നുണ്ട്. നല്ല ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. ഞാൻ ഇച്ചിരി കയ്യിലിങ്ങനെ കോരി എടുത്തപ്പോൾ ഭയങ്കര തണുപ്പ്. പക്ഷേ നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ. നല്ല പളുങ്ക് പോലുള്ള വെള്ളമാണ്. അടിപൊളി വെള്ളമാണ്. ഇതിനകത്ത് കുളിക്കാനൊക്കെ നല്ല രസമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. പക്ഷേ ചിലപ്പം ചിലപ്പോൾ ആദ്യമായിട്ട് കുളിക്കുന്നവർക്ക് പനി പിടിച്ചെന്നിരിക്കും. പിള്ളേരെല്ലാം കൂടെ ചാടി ഇറങ്ങി. അളിയനും പിള്ളേരെല്ലാം കൂടെ, അമ്മമാർ കുരുത്തക്കെട്ടവന്മാരെല്ലാം കൂടെ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ചാറ്റമഴ ചെറുതായിട്ടുണ്ട്, ചാറ്റമഴ പെയ്യുന്നുണ്ട്. അടിപൊളി. ഇതൊക്കെ തന്നെ അമ്മമാരുടെ പരിപാടികൾ. ഇതിനു വേണ്ടിയാണ് നമ്മളെ അവിടെ നിന്ന് തള്ളിക്കൊണ്ട് വന്നത്. അവർ കുളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അവന്മാർക്ക് ഈ ചെറിയ അരുവിയിലൊക്കെ കുളിക്കാൻ വലിയ ഇഷ്ടമുള്ള കുട്ടികളാണ് കേട്ടോ. കണ്ടില്ലേ, കിടന്ന് ചാടി മറിഞ്ഞ്. അവിടെ ഞാൻ വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങി. ഭയങ്കര തണുപ്പ് കേട്ടോ, ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. നല്ല വെള്ളമാണ്, നല്ല അടിപൊളി വെള്ളമാണ്. കോരി കുടിക്കാൻ തോന്നും നമുക്ക്. കയറാൻ പറഞ്ഞാൽ ഇവന്മാരാരും കയറത്തില്ല. പിന്നെ എല്ലാത്തിനും അടിച്ച് നമ്മൾ കയറ്റി തന്നെ വെള്ളോട്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ വീണ്ടും യാത്രയായി. മഴക്കോളിങ്ങനെ നിൽക്കുകയാണ്.
ചെറിയ ചാറ്റൽ മഴ എന്നാൽ ഇടയ്ക്ക് വെയിലുമുണ്ട്. ഈ ഭാഗമെല്ലാം വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. ഇവിടെയൊക്കെ പിന്നെ നിരന്തരം ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് നമ്മൾ ഒരിടത്ത് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ വെള്ളം വെളിയിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ വലുതല്ല, വളരെ ചെറിയൊരു അരുവി പോലെ നൂല് പോലെ വെള്ളം ഒഴുകി വരുന്നുണ്ടാവുന്നൊക്കെ കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അവരെല്ലാം ഇറങ്ങിയില്ല, അവരെല്ലാം വണ്ടിക്കകത്ത് തന്നെയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ വന്നപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഈ വഴി പിന്നെ വെളി കാണാൻ, ആ സ്ഥലമൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട്, ചെറിയ ചാറ്റമഴയുണ്ട്. കാട് തന്നെ, അപ്പുറത്തും ഇപ്പുറത്തും ഫോറസ്റ്റ് ഏരിയ ആണ്. നല്ല കാടാണ്. കൊണ്ട് ആ സ്ഥലം എങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. ഞാൻ ഈ ഇത്രയും ദൂരമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ആ ആന ഇറങ്ങുന്ന ഭാഗത്തിലൊക്കെ ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിന് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ പുനലൂരിൽ നിന്ന് 10-18-20 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. നല്ല മലനിരകളും കാടും ഭംഗിയും ആനയും കേഴയും കുറുക്കനും കരടിയൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ മെത്താപ്പ് എന്ന സ്ഥലത്ത് എത്തി. ആ സ്ഥലം നിങ്ങൾ നോക്കി, നല്ല മനോഹരമായ സ്ഥലം. നമ്മുടെ ഫാമിലിക്കൊക്കെ ആയിട്ട് വന്നിരുന്ന് കാണാനും ഒക്കെ ഇരിക്കാനൊക്കെ. ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ആ ചെറിയ ചാറ്റമഴയും നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ മഴയുടെ ആയിരിക്കും അത്, ചെറിയ തണുപ്പുണ്ട്. നല്ല രസമാണ് അവിടെയൊക്കെ നിൽക്കാൻ. മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഫാമിലീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അമ്പനാട് ഇതുവഴി നമ്മളങ്ങ് പോയാൽ അമ്പനാട്, പിന്നെ ആര്യങ്കാവ് ആ ഭാഗത്തോട്ട് നമുക്ക് തമിഴ്നാട്ടിലോട്ട് കയറാം. ഈ അമ്പനാട് ഭാഗമൊക്കെ എന്നൊക്കെ പറയുമ്പം ഈ റോഡ് കയറിപ്പോയ ഇച്ചിരി വനത്തിൽ കൂടിയുള്ള യാത്രയാണ്, നമ്മൾ സൂക്ഷിച്ച് പോകണം. അമ്പനാടൊക്കെ കാണേണ്ട സ്ഥലമാണ്. നല്ല മനോഹരമായ ഓറഞ്ച് തോട്ടമൊക്കെ ഉള്ള സ്ഥലമാണ്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ ഇതിന് മുന്നോട്ട് ഞങ്ങൾ പോകില്ല. എന്ന് വെച്ചാൽ ഈ മഴ കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വലിയ മഴയാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അത് നമ്മൾ പോയിട്ടുമില്ല, വനത്തിൽ കൂടിയുള്ള യാത്രയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്തില്ല. എന്നാൽ തിരിച്ച് നമുക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കും നല്ല മഴയായി. നല്ല പച്ചപ്പാണ്, മനോഹരമാണ് കാണാൻ. ഇവിടെ എത്ര നേരം നിന്നാലും നമുക്ക് മതി വരത്തില്ല. എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും എല്ലാം മെത്താപ്പെന്ന സ്ഥലത്തിൻ്റെ പേര്. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. വെളുമ്പത്ത് രണ്ട് സൈഡിലും നല്ല കാടാണ്. രാത്രിയിലൊക്കെ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമായിരിക്കും. മൃഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ ഇതെല്ലാം കണ്ടു, തിരിച്ചിറങ്ങി ഇനി പുനലൂരിലോട്ട് പോകാനുള്ള പിള്ളേർക്കെല്ലാം വിശപ്പടിച്ച്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക്. ഓക്കെ, ബൈ.